മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയ്ക്കിടെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ നിർണായകരമായ പോലീസ് റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കടുത്ത വ്യോമയാന വകുപ്പുകൾ നിലനിൽക്കുന്നില്ലെന്ന് കാണിച്ച് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടാണ് കോടതി ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച വിമാനത്തിലെ പ്രതിഷേധ കേസിൽ പ്രതികൾക്കെതിരെ അതീവ ഗുരുതരമായ കള്ളക്കേസുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് പോലീസിന്റെ പുതിയ നീക്കം. പ്രതികൾക്കെതിരെ സിവിൽ വ്യോമയാന സുരക്ഷാ നിയമം ചുമത്താനുള്ള പോലീസിന്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നത്. പ്രതികൾക്കെതിരെ കടുത്ത അന്താരാഷ്ട്ര നിലവാരമുള്ള വ്യോമയാന സുരക്ഷാ നിയമങ്ങൾ ചുമത്താനായിരുന്നു പോലീസിന്റെ ആദ്യ നീക്കം. ഈ പ്രത്യേക നിയമപ്രകാരം പ്രതികളെ വിചാരണ ചെയ്യുന്നതിനായി പ്രോസിക്യൂഷൻ അനുമതി തേടി കേരള പോലീസ് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയത്തെ സമീപിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഈ ആവശ്യം പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. വിമാനത്തിനുള്ളിൽ നടന്നത് രാഷ്ട്രീയ പ്രതിഷേധം മാത്രമാണെന്നും വ്യോമയാന സുരക്ഷയെ ബാധിക്കുന്ന അക്രമമല്ലെന്നുമുള്ള വിലയിരുത്തലിലാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത്. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ കടുത്ത വ്യോമയാന വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെ പോലീസ് പൂർണ്ണമായും പ്രതിരോധത്തിലായി. കേന്ദ്ര ഭരണകൂടത്തിന്റെ കടുത്ത അനുമതി ഇല്ലാത്തതിനാൽ ഈ പ്രത്യേക വകുപ്പുകൾ ഉൾപ്പെടുത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അടിമുടി തിരുത്തി പോലീസ് പിന്മാറേണ്ടി വന്നത്. തുടർ നടപടികൾ തടസ്സപ്പെട്ടതോടെ കടുത്ത വകുപ്പുകൾ ഒഴിവാക്കാൻ പോലീസ് നിർബന്ധിതരാകുകയായിരുന്നു. പ്രതികൾക്കെതിരെയുള്ള വ്യോമയാന വകുപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് പോലീസ് ആദ്യം ഇത്തരം കടുത്ത വകുപ്പുകൾ ചേർത്തുന്ന കോൺഗ്രസിന്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് പോലീസിന്റെ ഈ അടിയറവ് പറയൽ. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുകയും വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്ത ഈ കേസിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രമുഖരായ നേതാക്കളും പ്രവർത്തകരുമാണ് പ്രതിപട്ടികയിലുള്ളത്. രാഷ്ട്രീയ പ്രേരിതമായാണ് തങ്ങളെ കേസിൽ കുടുക്കിയതെന്നാണ് പ്രതിഭാഗം തുടക്കം മുതലേ വാദിക്കുന്നത്. കേസിലെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തിയാണ് പ്രമുഖ കോൺഗ്രസ് നേതാവിനെ പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വിമാനത്തിനകത്ത് നേരിട്ട് മുദ്രാവാക്യം വിളിച്ച 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മറ്റു പ്രതികൾ. KS ശബരിനാഥിന് പുറമെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസിൻ, മജീദ്, നവീൻ കുമാർ, സുനീത് എന്നിവർക്കെതിരെയാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLA-യുമായ KS ശബരിനാഥാണ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ്. വിമാനത്താവളത്തിന് പുറത്തു വെച്ച് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനും അക്രമം അഴിച്ചുവിടാനും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഗൂഢാലോചന നടത്തിയെന്നാണ് ശബരിനാഥിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം. വ്യോമയാന വകുപ്പുകൾ ഒഴിവാക്കിയെങ്കിലും പ്രതികൾക്ക് പൂർണ്ണമായും ആശ്വാസം ലഭിച്ചിട്ടില്ല. കേന്ദ്ര അനുമതി ഇല്ലാത്തതിനാൽ കടുത്ത വ്യോമയാന നിയമങ്ങൾ പോലീസിന് ഒഴിവാക്കേണ്ടി വന്നെങ്കിലും മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വധശ്രമം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വകുപ്പുകളിന്മേലുള്ള വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പറന്നുയർന്നൊരു വിമാനത്തിനുള്ളിൽ വെച്ച് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന കടുത്ത പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ ക്രമസമാധാന തകർച്ചയും ഈ കേസിന്റെ പശ്ചാത്തലമായി വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. വിമാനയാത്രാ ചരിത്രത്തെയും രാഷ്ട്രീയ കേരളത്തെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു അന്ന് അരങ്ങേറിയത്. 2022 ജൂൺ 13-നായിരുന്നു കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടുത്ത മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചത്. സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ മുൻ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവർ മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് പാഞ്ഞെടുത്തത്. വിമാനത്തിലുണ്ടായിരുന്ന അന്നത്തെ LDF കൺവീനർ EP ജയരാജൻ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സീറ്റുകൾക്കിടയിലേക്ക് തള്ളിമാറ്റിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. വിമാനത്തിനുള്ളിൽ അക്രമം കാട്ടിയെന്ന പേരിൽ പ്രതിഷേധക്കാർക്കും അവരെ തള്ളിമാറ്റിയ EP ജയരാജനും പിന്നീട് ഇൻഡിഗോ എയർലൈൻസ് യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നത് അസാധാരണ നടപടിയും രാജ്യം കണ്ടു. വിമാനത്തിനുള്ളിൽ അക്രമം കാട്ടിയെന്ന പേരിൽ പ്രതിഷേധക്കാർക്കും അവരെ തള്ളിമാറ്റിയ EP ജയരാജനും പിന്നീട് ഈ വ്യോമയാന വകുപ്പുകൾ ഒഴിവാക്കിയത് പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എങ്കിലും വധശ്രമം, ഗൂഢാലോചന തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കടുത്ത വകുപ്പുകളുമായി പോലീസ് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇന്ന് കോടതി ഈ റിപ്പോർട്ട് അംഗീകരിച്ചാൽ മാത്രമേ പോലീസിന് ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ സെഷൻ കോടതി ഇന്ന് എടുക്കുന്ന നിലപാട് ഈ രാഷ്ട്രീയ കേസിൽ അതീവ നിർണായകരമാണ്.